നാളിതുവരെ പാർട്ടിയോട് ഒരു സ്ഥാനമാനങ്ങളും ഞാൻ ചോദിച്ചു വാങ്ങിയിട്ടില്ല. ഈ പാർട്ടി നേതാക്കന്മാർ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ള സ്ഥാനങ്ങൾ കൊടുക്കലും മറ്റ് കാര്യങ്ങൾ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കലൊക്കെ ചെയ്യുമ്പോഴും ഞാൻ സൈലൻ്റായിട്ട് നിന്നിട്ടുള്ള നാളിതുവരെ. CPIയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പലരും വളരെ മോശമായ രീതിയിൽ നമ്മളെ പരസ്യമായിട്ടുള്ള ഒരു തരം അവഗണന, അത് നമ്മളെ മാനസികമായ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക്. അന്ന് തൊട്ട് ഇന്ന് വരെ വളരെ മാനസികമായിട്ടുള്ള പീഡനമാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിലെ CPIയുടെ മുഖം തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മുൻ ഡെപ്യൂട്ടി മേയർ ബീന മുരളി പാർട്ടി വിടുകയാണ്. പാർട്ടി നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിടുന്നത്. ബീന മുരളി തന്നെ നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചത്? ഇങ്ങനൊരു തീരുമാനത്തേക്ക് ഞാൻ എത്തിയത്, പാർട്ടിയോട് വിരോധമൊന്നും എനിക്കില്ല. പാർട്ടിയോട് എന്നും ബഹുമാനം, സ്നേഹം മാത്രമേ ഉള്ളൂ. ഈ 15 കൊല്ലം ഞാൻ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ 2005 CPIക്ക് ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ടാണ് CPI എന്നെ സമീപിക്കുന്നത്. അന്ന് തൊട്ട് ഈ നിമിഷം വരെ ആ പ്രസ്ഥാനത്തിനോടൊപ്പം വളരെ സ്നേഹത്തോടും ആത്മാർത്ഥത്തോടും കൂടി യോജിച്ചതുകൊണ്ട് നാളിതുവരെ പാർട്ടിയോട് ഒരു സ്ഥാനമാനങ്ങളും ഞാൻ ചോദിച്ചു വാങ്ങിയിട്ടില്ല. ഈ പാർട്ടി നേതാക്കന്മാർ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ള സ്ഥാനങ്ങൾ കൊടുക്കലും മറ്റ് കാര്യങ്ങൾ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കലൊക്കെ ചെയ്യുമ്പോഴും ഞാൻ സൈലൻ്റായിട്ട് നിന്നിട്ടുള്ള നാളിതുവരെ. പക്ഷേ ഇപ്പോൾ ഈ 5 കൊല്ലമായിട്ട് കഴിഞ്ഞ 2020 ജനറൽ സീറ്റിലാണ് പാർട്ടി എന്നെ മത്സരിപ്പിച്ചത്. ആ സീറ്റ് കിട്ടുന്നതിന് വേണ്ടി മാത്രം. ആ സീറ്റിൽ അന്ന് 8 പുരുഷന്മാരോട് കൂടിയിട്ടാണ് ഞാനൊരാൾ മത്സരിച്ചത്. അന്നും ഞാൻ ഏകദേശം 400 വോട്ടോളം ഭൂരിപക്ഷത്തിനാണ് ജയിച്ചു വന്നത്. പക്ഷേ എന്നിട്ട് പോലും ഞാൻ ഒരു കൊല്ലം പോലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോലും ചോദിച്ചിട്ടില്ല. പാർട്ടിക്ക് വിധേയമായിക്കൊണ്ട് തന്നെയാണ് നാളിതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷേ ഈ 5 കൊല്ല കാലഘട്ടമായിട്ട് CPIയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പലരും വളരെ മോശമായ രീതിയിൽ നമ്മളെ പരസ്യമായിട്ടുള്ള ഒരു തരം അവഗണന, അത് നമ്മളെ മാനസികമായ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ സ്വമേധയ 2 വർഷം മുമ്പ് തന്നെ രാജിക്കത്ത് കൊണ്ട് കൊടുത്തു. പക്ഷെ അവർ സ്വീകരിച്ചില്ല. അത് കഴിഞ്ഞ് അതിന് മുന്നേ തന്നെ ഇവിടെ ഒരു ഡെപ്യൂട്ടി മേയർ സ്ഥാനമായി ബന്ധപ്പെട്ടിട്ട് പല വിഷയങ്ങളും ഉണ്ടായി. ഒരു പാർട്ടിയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം നിയന്ത്രിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇവർ പറയണത് ഞാനാണ് ആ ഡെപ്യൂട്ടി മേയർ സ്ഥാനം കളഞ്ഞതെന്നുള്ളത്. അങ്ങനെയുണ്ടെങ്കിൽ ഇവർക്ക് അന്നേ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൂടെ? അതാണ് എൻ്റെ ചോദ്യം. ഞാൻ ഒരിക്കലും ആ ഡെപ്യൂട്ടി മേയർ സ്ഥാനം കളയാൻ നിന്നിട്ടില്ല. പലതരത്തിലെ എല്ലാ സ്ഥാനങ്ങളും ഓരോ വ്യക്തികളിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് പോകുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തു എന്നുള്ളൊരു തെറ്റിന് അന്ന് തൊട്ട് ഇന്ന് വരെ വളരെ മാനസികമായിട്ടുള്ള പീഡനമാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പല തവണയും ഞാൻ രാജിക്കത്ത് കൊണ്ടുകൊടുത്തു. അവരത് മേടിച്ച് വയ്ക്കും. പിന്നെ വീണ്ടും എന്നെ വിളിക്കും. വീണ്ടും ഞാൻ ഈ പ്രസ്ഥാനത്തിനോടുള്ള സ്നേഹത്തിന് പോകും. ഇപ്പോൾ എനിക്കുണ്ടായ ഒരു മാനസിക വിഷമം, നിലവിൽ ഞാൻ മത്സരിച്ച ഡിവിഷൻ ഇപ്പോൾ വനിതയായിട്ടിരിക്കുക. ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ മത്സരിപ്പിക്കണ്ട, പക്ഷേ CPIയുടെ മുഖചിത്രം കളയാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയെ അവിടെ മത്സരിപ്പിക്കണം. CPI എന്ന പ്രസ്ഥാനത്തിനെ തുടച്ചു മാറ്റാനായിട്ട് നിങ്ങൾ കൃഷ്ണാപുരം സീറ്റ് വെച്ച് മാറരുത് എന്ന് അവിടുത്തെ ജില്ലാ സെക്രട്ടറിയോടും KK വത്സരാജനോടും എല്ലാവരോടും പലവട്ടം ആവർത്തിച്ചിട്ടും ആ സീറ്റ് എന്നെ നിർത്തേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ട് അവർ ആ സീറ്റ് ജനതാദളിന് കൊടുത്തു. ആ സീറ്റ് CPMന് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഇത്ര വിഷമമില്ല. എന്താ വെച്ചാൽ അവിടെ അത്യാവശ്യം മത്സരിക്കാൻ ആളുകളുള്ളൊരു പാർട്ടിയാണ്. ജനതാദളിന് അവിടെ ആകെ 2 പേരുള്ളൂ. ആ ഷീബ ബാബു എന്ന് പറഞ്ഞ ആളെ മത്സരിപ്പിക്കാണ്ടായപ്പോൾ അവർ BJPയിലേക്ക് പോയി. സ്ത്രീകൾക്ക് ഇന്ന് കയറി വരുമ്പോൾ ഒരു പ്രസ്ഥാനത്തിൽ അവരെ ആ സംഘടന വളരെ ശക്തമായിട്ട് കൂടെ നിർത്തി സംരക്ഷിക്കുന്നതിന് പകരം മാനസിക പീഡനങ്ങളും പിരിമുറുക്കങ്ങളും കൊടുത്ത് വേദനിപ്പിക്കുമ്പോൾ ഏതൊരു പ്രസ്ഥാനമായാലും ഏതൊരു സ്ത്രീ ആയാലും നമുക്കറിയാം, ഇന്ത്യ എന്ന മഹാരാജ്യം ജനാധിപത്യ രാജ്യം അല്ലേ? ആ രാജ്യത്ത് തന്നെ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ സ്വതന്ത്രമായ രാജ്യമാണ്, ജനാധിപത്യമായ രാജ്യമാണ്. എൻ്റെ നാട്ടിലെ കൃഷ്ണാപുരത്തെ ജനങ്ങൾ എന്നോട് പറഞ്ഞു, ബീന ചേച്ചി, നിങ്ങളെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഞങ്ങൾ ജയിപ്പിച്ചിട്ടുള്ളത്, നിങ്ങളോടുള്ള വ്യക്തിപരമായ സ്നേഹം കൊണ്ടാണ്. അപ്പോൾ ആ സ്നേഹമുള്ളത് കൊണ്ട് ചേച്ചി പാർട്ടി വിട്ട് ഇവിടെ വെറുതെ ഇരിക്കല്ല, ഞങ്ങളാരും വിഷമിക്കില്ല, ചേച്ചി സ്വതന്ത്രമായിട്ട് ഇവിടെ നിൽക്ക്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യമുള്ളതല്ലേ, സ്വതന്ത്രമായി മത്സരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഞാൻ കൃഷ്ണാപുരം ഡിവിഷനിൽ സ്വതന്ത്രമായി മത്സരിക്കാനുള്ള ഒരു തീരുമാനം എടുത്തു. അങ്ങനെ അവിടെ കുറേ ചെറുപ്പക്കാരും അവിടുത്തെ അമ്മമാരും ചേച്ചിമാരും, അവിടെ ഒരു മുസ്ലിം ഏരിയയാണ്, അവരെല്ലാവരും എന്നോട് വളരെ വ്യക്തമായിട്ട് ഇത് ഞങ്ങളുടെ ബീന മുരളിയാണ്, ഞങ്ങളാണ് നിങ്ങളെ ജയിപ്പിച്ച് വിട്ടത്, അതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുത്ത് തരുന്നതിന്
വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പലവട്ടം ആവർത്തിച്ചിട്ട് എൻ്റെ വീട്ടിൽ വരലും എന്നെ കാണൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ ഒരു തീരുമാനത്തിൽ സ്വതന്ത്രമായി മത്സരിക്കാമെന്ന് ആ ഒരു തീരുമാനത്തിൽ എത്തണത്. പക്ഷേ അതിനു മുമ്പ് ഞാൻ അവിടുത്തെ CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിനും LC സെക്രട്ടറിമാരെയും ഒക്കെ ഞാൻ അറിയിച്ചു ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടെന്ന്. പക്ഷേ ഒരാളും എൻ്റെ അടുത്ത് അതിൽ നിന്ന് മാറാൻ പറഞ്ഞില്ല. CPIയുടെ ജില്ലാ നേതൃത്വത്തിനെ പലരും ഞാൻ വിളിച്ചറിയിച്ചു, അവരാരും ഇതിനൊരു ഒന്നും പറഞ്ഞില്ല. ഇന്നിപ്പോൾ ഞാൻ മത്സരിക്കുന്ന ഉറപ്പായി കാര്യങ്ങൾ നീങ്ങിയപ്പോഴാണ് എല്ലാവരും വിളിച്ച് ഇതിൽ നിന്ന് പിന്മാറാൻ പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു സ്ത്രീയാണെങ്കിലും എൻ്റെ വാക്കിന് വ്യവസ്ഥയുള്ളത് കൊണ്ട് കുറച്ച് ആളുകൾ ഒരു ആളുകൾ വന്ന് നിർബന്ധിച്ചത് കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് വാക്ക് മാറാൻ എനിക്ക് പറ്റില്ല. എന്താ വെച്ചാൽ നമ്മൾ പറയുന്ന വാക്കിനാണ് ഏറ്റവും വലിയത് വിശ്വാസമാണ് ഒരു മനുഷ്യന്. അതുകൊണ്ടാണ് ആ സിറ്റിംഗ് സീറ്റിൽ ഞാൻ നിന്ന് ഇത്രയും 3 വട്ടം ഞാൻ ജയിച്ചത്. എന്നെ തിരിച്ച് മത്സരിപ്പിക്കാനോ വീണ്ടും വീണ്ടും മത്സരിപ്പിച്ചോളണം എന്നുള്ള ഒരു മോഹങ്ങളും എനിക്കില്ല. ആരെ വേണമെങ്കിലും മത്സരിപ്പിച്ചോളാനാണ് പറഞ്ഞത്. പക്ഷേ അവർക്ക് അവിടെ ഞാൻ നിന്നാലേ ജയിക്കുള്ളൂ എന്നുള്ളൊരു പേടി തോന്നിയപ്പോൾ ഇനി ഇവിടെ വനിതാ മേയർ അങ്ങനെ ആയാലോ എന്നുള്ളൊരു പേടി കൊണ്ട് മാത്രമാണ് CPI ആ സീറ്റ് വെച്ച് മാറിയിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരു സ്ത്രീകളോടും ഇങ്ങനെയുള്ള അവഗണന കാണിക്കരുത്. ഇന്നും CPIനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ സീറ്റ് അരിവാൾ ദാനിക്കെതിരിൽ നിങ്ങൾ ആരെ വേണമെങ്കിലും മത്സരിപ്പിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ CPMന് വിട്ടുകൊടുക്കാൻ പറഞ്ഞു. പക്ഷേ ഇതൊന്നുമില്ലാണ്ട് ഒരാൾ പോലും അവിടെ ഇല്ല ജനതാദളിന്. നമുക്ക് ജനതാദൾ നമ്മുടെ ഘടകകക്ഷിയാണ്, അവരെ മാറ്റി നിർത്തി പറയുകയോ അല്ലെങ്കിൽ അവരെ മോശമായിട്ട് പറയുമെന്നല്ല. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ CPMന് കൊടുത്താൽ പോലും ഞാൻ അവിടെ മത്സരിക്കില്ല. ജനതാദളിന് കൊടുക്കുകയാണെങ്കിൽ ആ ഷീബാബാവിന് കൊടുത്താലും ഞാൻ മത്സരിക്കില്ല. പക്ഷേ ആരും അറിയാത്ത ഒരു കൊച്ചിനെയാണ് അവിടെ നിർത്തിയേക്കുന്നത്. ജനങ്ങൾ വോട്ട് മാറി ചെയ്ത് BJP അവിടെ ജയിക്കും. അപ്പോൾ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ വരിക. അപ്പോൾ ഞാൻ CPIയോട് ആവശ്യപ്പെട്ടത് ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ച പ്രസ്ഥാനം അവിടെ ഉയർന്നു വരണമെന്ന് മാത്രമാണ്. അതിന് അവർ സമ്മതിക്കാണ്ടായപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയ. പാർട്ടിയോടും അല്ലാണ്ട് ആരോടും എനിക്കൊരു വിരോധമില്ല. ഈ ജനാധിപത്യ ഇന്ത്യയിൽ എനിക്കും സ്വതന്ത്രമായിട്ടുള്ള അവകാശങ്ങളുണ്ടെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. പിന്നെ നമ്മൾ ഒരു പ്രസ്ഥാനത്തിലും അടിയറ വെച്ച് നിൽക്കേണ്ടതൊന്നുമില്ലെന്ന് സ്ത്രീ ആയാലും പുരുഷനായാലും എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് എവിടെയാണോ സന്തോഷം സമാധാനം കിട്ടുന്നത് അവിടെ നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. അവഗണന അതിൻ്റെ ഏറ്റവും തീവ്രമായ രൂപത്തിലാണ് ബീന മുരളി പ്രതികരിച്ചിരിക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ അവർ തയ്യാറെടുക്കുകയാണ്. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.